ഇന്ന് സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ട്. നാളെ പെരുമഴ എന്നൊക്കെ കാലാവസ്ഥ പറയുന്നുമുണ്ട്. അപ്പോൾ ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഡാൻ, രാവിലെ തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, അതിശക്തമായിട്ടുള്ള മഴയാണ് രാവിലെ ഡ്യൂട്ടിക്കൊക്കെ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പൊതുവായി സംസ്ഥാനത്തുടനീളം മഴ പെയ്യുന്നുണ്ടോ? ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ശംഖുമുഖം തോന്നുന്നു. നമ്മൾ ഉള്ളത് ശംഖുമുഖത്താണ്. ഇന്നലെ രാത്രി മുതൽ ഏതാണ്ട് ഒരു 10 മണിക്ക് ശേഷം ഇടവിട്ട് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തീരമേഖലകളിൽ അടക്കം. അത് ഒരുപക്ഷെ നാളെ അതിതീവ്രമായ മഴയായി മാറിയേക്കാം എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സ്വാഭാവികമായി ഈ തീരം കടലെടുത്ത ഒരു അവസ്ഥ അത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച ഈ വലിയ കല്ലുകൾ, അതായത് ഈ തിരമാലകൾ അടിച്ച് മുകളിലേക്ക് ശംഖുമുഖത്തെ ഈ എയർപോർട്ട് റോഡിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ വലിയ കല്ലുകൾ ഇട്ടിട്ടുണ്ട്, പാറക്കല്ലുകൾ. ആ കല്ലുകൾക്ക് മുകളിൽ പായലുകൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച. അതാണത്. ഇവിടെ നിന്നങ്ങ് വളരെ ദൂരത്തിൽ ഈ പച്ചപ്പിങ്ങനെ കാണാൻ കഴിയും കടലിന്റെ തീരത്ത്. എന്തായാലും തീരമെടുത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് അടുത്തുള്ള ഇടങ്ങളൊക്കെ നേരത്തെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി ആളുകൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ തീരം എടുത്തു പോയിരിക്കുന്ന അവസ്ഥയാണ്. അറിയാം, ഈ മഴ വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതിതീവ്ര മഴയിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി വീണ്ടും ഈ തിരമാലകളുടെ ശക്തി വർദ്ധിക്കും, കടലാക്രമണ സാധ്യതകൾ വർദ്ധിക്കും. അത് തീരദേശ മേഖലയെ നേരത്തെ പോലെ വീണ്ടും ആശങ്കയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമായി മാറുകയും ചെയ്തു. എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് തന്നെയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളെ സംബന്ധിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ട് മുതൽ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ് ഇന്ന് പുലർച്ചെയും അതുപോലെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എൽദോ, സംസ്ഥാനത്ത് മഴ തുടരുന്നു എന്നുള്ളതാണ് ഡാൻ ശംഖുമുഖത്ത് നിന്നാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ നമുക്ക് കാണാം നല്ല കാറ്റുമൊക്കെ ഉണ്ട്. സംസ്ഥാനത്തുടനീളം മഴ പെയ്യുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു കാലാവസ്ഥാ വകുപ്പിൽ നിന്ന്. അതായത് ഇനി അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ടിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാളെ മഴ കൂടുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ അത് ഐഷത്തുൽ ഷബ്ന വിവരിക്കും. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുകയാണ്. ഇന്ന് 6 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. നാളെ മുതൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണുള്ളത്. നാളെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ്. ഒപ്പം എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട്. എന്തായാലും കാലവർഷം എത്തുമ്പോൾ മഴ കനക്കും, ശക്തമായ കാലവർഷമായിരിക്കും എന്നൊക്കെ നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. വീണ്ടും അത് ഒരു ശക്തമായ കാലവർഷം വരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. ജൂൺ 25 വരെ സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ മഴയുണ്ടാകും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും. ഇടിമിന്നലോടുകൂടി ശക്തമായ കാറ്റോടുകൂടി മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കനക്കും. ഐഷത്തുൽ ഷബ്ന ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.